കുറച്ച് സമയം കൊണ്ട് വല്ലാത്ത ഒരു ഹൃദയ അടുപ്പമുണ്ടായ എൻ്റെ പ്രിയപ്പെട്ട ഫാദർ, വേദിയിലെ സംഭൂജിലെ പ്രിയപ്പെട്ടവരെ, ഒരു അവാർഡിന് തിളക്കം കൂടുന്നത് അത് ഏറ്റവും അർഹമായ കൈകളിലെത്തുമ്പോഴാണ്. അതിന് ആഠ്യത്വം കൂടുന്നത് അത് കൈകാര്യം ചെയ്ത ആളുകൾ അങ്ങനെ ഒരു വ്യക്തിയെ കണ്ടെത്തുമ്പോഴാണ്. ഈ രണ്ട് കാര്യത്തിലും സമദർശനയും എൻ്റെ പ്രിയപ്പെട്ട ഫാദറും അവരുടെ ഈ പ്രസ്ഥാനവും വിജയിച്ചു എന്നുള്ള ഒരു സന്തോഷത്തോടുകൂടി ഞാൻ അറിയിക്കട്ടെ. കാരണം ഒരു എഴുത്തുകാരൻ എന്ന് മാത്രമല്ല, പല തുറകളിലും ഒരു 11ഓളം ബുക്കുകൾ എഴുതിയിട്ടുണ്ട്, 50ഓളം വളരെ പ്രസിദ്ധമായ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്, ഒത്തിരി ഗവേഷകർക്ക് വഴികാട്ടികളായിട്ടുണ്ട്. അതിലൊക്കെ പുറമെ ഈ നിരൂപണ സാഹിത്യം ഏതാണ്ട് അസ്തമിച്ചു പോകുന്ന കാലഘട്ടത്തിൽ അതിലേക്ക് ഒരു വെള്ളി നക്ഷത്രം പോലെ കടന്നു വരാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. എൻ്റെ തന്നെ ഒരു പുസ്തകത്തിന് അവതാരിക എഴുതാനായിട്ട് ഞാൻ സാജനാണ് വിളിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സാജനെ ആണ് തീരുമാനിച്ചതെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് മുഴുവൻ പറഞ്ഞു, ഒരു പുസ്തക നിരൂപകനെ ഒരു കാരണവശാലും അവതാരികയ്ക്ക് വിളിക്കരുത്, അത് നിങ്ങൾക്ക് ചിലപ്പോൾ അപകടമാകും. പക്ഷെ ഞാൻ ആ അപകടം സന്തോഷത്തോടെ സ്വീകരിക്കാനായിട്ട് അദ്ദേഹത്തെ ഏൽപ്പിച്ചു. സത്യത്തിൽ ആ പുസ്തക നിരൂപകന്റെ ആ അവതാരികയുടെ ചാരുത നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടതാണ്. അത്ര മനോഹരമായ ഒരു അവതാരികയുണ്ട്. ആ പുസ്തകത്തിന്റെ പകട്ടിൽ ഇരട്ടി പ്രയോജനം കിട്ടുന്ന രീതിയിലേക്ക് മാറിയ ആ അവതാരികയ്ക്ക് കൂടി ഞാൻ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത്, ഞങ്ങൾക്ക് അവിടെ ഒരു ലൈബ്രറി ഉണ്ട്, ഞങ്ങൾക്ക് ഇതുപോലെയുള്ള കൂട്ടായ്മകളുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട അച്ഛനോട് അസൂയ തോന്നുന്നു. കാരണം സ്വന്തം വീട് ഇങ്ങനെ ഒരു വലിയ പ്രസ്ഥാനത്തിനായി മാറ്റിക്കൊടുത്ത് അതിനായിട്ട് ജീവിതത്തിൻ്റെ ഒരു ഭൂരിഭാഗം ഒഴിഞ്ഞു വെച്ച ഫാദറിന് ഞാൻ ഈ വേദിയിൽ വീണ്ടും വീണ്ടും അഭിനന്ദിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട സാജനെ എല്ലാവിധ ആശംസകളും. ഇനിയും ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇതിൽ വരാനുണ്ട്. എൻ്റെ അടുത്ത സുഹൃത്താണ്, ഗ്രന്ഥശാല പ്രസ്ഥാനത്തിലൂടെയാണ് ഞങ്ങൾ കൂടുതൽ അടുത്തത്. ഞങ്ങൾക്ക് അവിടെ ഒരു നല്ല ലൈബ്രറിയാണ്, ഒരു ഈ കേരളത്തിലെ തന്നെ നമ്പർ 1 എന്ന് പറയാം, അപൂർവ ഗ്രന്ഥങ്ങളുടെ ഒരു ശേഖരമുണ്ട് അവിടെ. ഇനി ഞാൻ അച്ഛനെ ഫാദറിനെ പ്രത്യേകിച്ചും അങ്ങോട്ട് വളരെ കാര്യമായിട്ട് ക്ഷണിക്കുകയാണ്. അതുപോലെ കാനൽ ക്ഷേത്രം എന്ന് പറഞ്ഞു, എൻ്റെ ഒരു ജൈവവൈവിധ്യ ഉദ്യാനമാണ്. ആ ഉദ്യാനത്തിലേക്ക് ഞാൻ ഫാദറിനെ എല്ലാവരെയും ക്ഷണിക്കുന്നു. ഞാൻ നമ്മുടെ സാജന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നിർമ്മിക്കുന്നു. നമസ്കാരം.